എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട് കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന രക്ഷിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു കുട്ടിയാന കിണറ്റിൽ വീണത്. എന്നാൽ ആനശല്യം രൂക്ഷമായ പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ അമ്മയാന കുട്ടിയാനയെ കിണറ്റിൽ നിന്ന് കയറ്റിയ കൗതുകരമായ ആ ഒരു സംഭവം, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ആനശല്യം ആ പ്രദേശത്ത് രൂക്ഷമാണല്ലോ. നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യവും. എന്താണ് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന്? ലക്ഷ്മി, മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ആന, കാട്ടുപന്നി, കാട്ടുപോത്ത്, കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങൾ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ നിരവധി തവണ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ സ്ഥലമാണിത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇവിടെ ഒരു കുട്ടിയാന പ്രദേശത്തേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ഇവിടുത്തെ ഒരു കിണറ്റിൽ വീഴുകയും ചെയ്തത്. നാട്ടുകാർ അർദ്ധരാത്രിയിൽ ഈ ആനയെ കരയ്ക്ക് കയറ്റുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിഫലമാവുകയും പിന്നീട് കുട്ടിയാനയുടെ അമ്മയാന തന്നെ കാട്ടിൽ നിന്ന് ഇറങ്ങിയെത്തി ആനയെ രക്ഷിച്ച് തിരികെ കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രതിഷേധങ്ങളൊന്നും വിഫലമായ സാഹചര്യത്തിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടാക്കുന്ന, കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്ന ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിന് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിൽ നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. DFO നേരിട്ട് പ്രദേശത്തേക്ക് എത്തണം, നാട്ടുകാരുമായി സംസാരിക്കണം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാര നിർദ്ദേശങ്ങൾ DFO നേരിട്ട് സംസാരിച്ച് ഇടപെടലിലൂടെ ഉറപ്പുവരുത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. നേരത്തെ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാട്ടുപോത്ത്, ആന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പ്രദേശത്ത് ഫെൻസിംഗ് പോലും നടത്താൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥക്കെതിരെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഇത്രയും ശക്തമായിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അവർ പറയുന്നത് DFO നേരിട്ടെത്തി സംസാരിക്കണം, ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളുകളിൽ പോലും പോകാതെയാണ് ഈ പ്രതിഷേധത്തിൽ അണിനിരന്നിരിക്കുന്നത്. വളരെ ഭയത്തോടു കൂടിയാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടികളെ സ്കൂളിലേക്ക് വിടാനോ പുറത്തേക്ക് വിടാനോ ഒക്കെ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാര നിർദ്ദേശങ്ങൾ DFO നേരിട്ടെത്തി അത് ഉറപ്പു നൽകണം എന്ന് തന്നെയാണ് നാട്ടുകാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.